കോപ്പ അമേരിക്കയിൽ സെമിഫൈനൽ പോലും കാണാതെ ബ്രസീൽ പുറത്തായിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ ഉറുഗ്വേയോട് തോറ്റാണ് ബ്രസീൽ പുറത്തായത്. നിശ്ചിത സമയത്ത് ഇരു ടീമും ഗോളടിക്കാതെ വന്നപ്പോൾ ഷൂട്ടൌട്ടിലൂടെയാണ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഇതോടെ ലോകകപ്പിന് പിന്നാലെ കോപ്പയിലും ബ്രസീൽ കപ്പില്ലാതെ ക്വാർട്ടറിൽ മടങ്ങി. മത്സരത്തിന്റെ അവസാന 20 മിനിറ്റ് ഉറുഗ്വേ 10 പേരുമായാണ് കളിച്ചത്. എന്നിട്ടും ബ്രസീലിന് ഗോൾ നേടാനായില്ല. മുന്നേറ്റത്തിലോ മധ്യനിരയിലോ ഗോളടിക്കാൻ ശേഷിയുള്ള താരമില്ല എന്നതാണ് ബ്രസീൽ നേരിടുന്ന പ്രധാന പ്രശ്നം. മത്സരശേഷം മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ ബ്രസീൽ കോച്ചിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ക്ലബ്ബുകളിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെയാണ് കോപ്പയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ വേണ്ട സമയത്ത് ആർക്കും പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താനായില്ല. അവസരം സൃഷ്ടിച്ചുവെങ്കിലും അതെല്ലാം പാഴാക്കി. എൻട്രിക്കിനും ഗോളിനുള്ള അവസരങ്ങൾ കിട്ടിയെങ്കിലും ഉന്നം പിഴച്ചു. തിരിച്ചടികൾ അംഗീകരിക്കുമെന്നും തെറ്റുകൾ തിരുത്തി തിരിച്ചുവരുമെന്നും ഡൊറിവൽ ജൂനിയർ പറഞ്ഞു. നെയ്മറുടെ ഭാവത്തിൽ കുത്തഴിഞ്ഞ ടീമായിരുന്നു ബ്രസീൽ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജയിച്ചത് ഒറ്റക്കളി മാത്രം. 2 സമനിലയുമായി ക്വാർട്ടറിലെത്തിയ ബ്രസീലിന് ഉറുഗ്വേക്കെതിരെ ഗോൾ നേടാനായില്ല. ഷൂട്ടൌട്ടിൽ പിഴച്ചതോടെ ബ്രസീൽ ലാറ്റിൻ അമേരിക്കയിലെ മികച്ച 4 ടീമുകളിൽ ഒന്നാമത് നാട്ടിലേക്ക് മടങ്ങി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.